അങ്ങയുടെ മാർഗങ്ങളെ പറ്റി ചിന്തിക്കുന്നു. അങ്ങയുടെ പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. അങ്ങയുടെ പ്രമാണങ്ങളിൽ ഞാൻ ആനന്ദിക്കും, അങ്ങയുടെ വാക്കുകൾ ഞാൻ വിസ്മരിക്കുകയില്ല. അങ്ങയുടെ പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സഹോദരരെ, ഉത്തമഗീതത്തിൽ നിന്നുള്ള വായന. ഞാൻ സാരോണിലെ പുഷ്പവും താഴ്വരയിലെ ലില്ലിയുമാകുന്നു. മുള്ളുകളുടെ ഇടയിൽ ലില്ലി എന്നതുപോലെയാണ് കന്യകമാരുടെ ഇടയിൽ എൻ്റെ ഓമന. കാട്ടുമരങ്ങളുടെ ഇടയിൽ ആപ്പിൾ വൃക്ഷം എന്നതുപോലെയാണ് യുവജനങ്ങളുടെ മധ്യേ എൻ്റെ പ്രിയൻ. അതിൻ്റെ നിഴലിൽ ആനന്ദപൂർവ്വം ഞാൻ വിശ്രമിക്കുന്നു. അതിൻ്റെ പഴം എനിക്ക് മാധുര്യപൂർണ്ണമത്രേ. വിരുന്നുശാലയിലേക്ക് അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടുവരുന്നു. സ്നേഹപതാകം എന്നെ എൻ്റെ മേൽ പിടിക്കുന്നു. ഞാൻ സ്നേഹപരവശയാകിയാൽ മുന്തിരി അടത്ത് തന്ന് എന്നെ ശക്തിപ്പെടുത്തുവൻ. ആപ്പിൾ പഴങ്ങൾ തന്ന് എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യുവൻ. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഞങ്ങൾ നിർവഹിക്കാൻ പോകുന്ന വിവാഹ വാഗ്ദാനത്തിൽ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഞങ്ങൾ നിർവഹിക്കാൻ പോകുന്ന വിവാഹ വാഗ്ദാനത്തിൽ മരണം വരെ വിശ്വസ്തയോടും സന്തോഷത്തോടും കൂടെ ഉറച്ചു നിൽക്കുന്നത് ആവശ്യമായ അനുഗ്രഹത്തിനായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ വിവാഹബന്ധത്തിൽ ഏർപ്പെടുവാൻ പോകുന്ന ഐശ്വര്യയെയും സൂരജിനെയും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവേ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇവർ ചെയ്യുവാൻ പോകുന്ന വിവാഹ ഉടമ്പടിയിലെ മരണം വരെ ഉറച്ചു നിൽക്കുവാൻ കർത്താവേ ഇവരെ അനുഗ്രഹിക്കണമേ. സംശയങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും അതീതമായി എല്ലായ്പ്പോഴും സ്നേഹത്തോടെ ജീവിക്കുവാൻ കർത്താവേ ഇവരെ അനുഗ്രഹിക്കണമേ. മാതൃകാപരവും സമ്പന്നമായ ക്രിസ്തീയ ജീവിതം അന്ത്യം വരെ നയിക്കുവാൻ കർത്താവേ ഇവരെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാനായിലെ കല്യാണ വിരുന്നിൽ പങ്കെടുത്ത് ഒരത്ഭുതം തന്നെയും പ്രവർത്തിച്ചുകൊണ്ട് വധൂവരന്മാരെ അനുഗ്രഹിച്ച കർത്താവേ ഇവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ജീവിതാന്ത്യം വരെ ഒരുമയിൽ വർത്തിക്കുവാൻ ഇവരെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. പരിശുദ്ധാത്മാവേ നീഴും നെള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. കേഴുമാത്മാവിൽ ആശ വീശുന്ന മോഹന ദിവ്യദാനമേ. പരിശുദ്ധാത്മാവേ നീഴും നെല്ലി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. The wind in your hair, the ocean in your eyes, the touch of your skin when I hold you against mine, the sound of your voice in harmony with mine. This magic we feel can happen all the time. We'll run this race as fast as we can, over and over, your hand in my hand, as we face forever and give love a chance. I'll show you again and again. It's been you, it's
It's always been you. It's been you. It's always been you. It's been you. It's always been you. It's been you. അവിടുത്തെ അവിടുത്തെ വിശ്വസ്തനക്ക് ഒന്നും പരിചയമായിരിക്കും. യാത്രയിലെയും വീട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും നട്ടിച്ചിരിക്കുന്ന ഇതിന്റെ പാർശ്വങ്ങളാരെങ്കിലും എങ്കിലും സംഭവിക്കില്ല. നീ കർത്താവിടെ ആശ്രയിച്ചു, അത്യുന്നതങ്ങളിൽ വാസം ഉറപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കുവാൻ അവിടുന്ന് നിന്റെ ദൂതനെ പ്രേരിപ്പിക്കും. നിന്റെ പാദം കടന്മേൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കരങ്ങളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെ അണ്ണിന്റെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിനോട് ഞാൻ അവനെ രക്ഷിക്കും. അവനെ സംരക്ഷിക്കും. അവനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ തുടങ്ങും. അവന്റെ രക്ഷയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും വാദപ്പെടുത്തുകയും ചെയ്യും. കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന നാഥ കർത്താവേ, അവിടുത്തെ കരങ്ങളിൽ പൊന്നുപോലെ കാത്തു പരിപാലിച്ച് സകലവിധമായ ആപത്തനർത്ഥങ്ങളിൽ നിന്നും രക്ഷിച്ച് കർത്താവേ, ഇത്രയും നല്ലൊരു മകനായി ഞങ്ങൾക്ക് തന്ന കൃപയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, I've been waiting for this moment for so long. An answered prayer, I know you are the one. I give to you my heart and soul with a love that will never grow old. In my life I can see that you were made for me. You'll be there to catch me if I fall. All the days I have prayed and the love that I have saved, with this ring I'm giving you my all. I thank God for the gift He's given me, a love that's strong for all eternity. I give to you all of my days with a love for all of your ways. In my life I can see that you were made for me. I'll be there to catch you if you fall. All the days I have prayed and the love that I have saved, with this ring I'm giving you my all. With this ring I give to you my all. In the days that we grow old, the times may change but our love will remain. As we look back on this day now, we stood the test of time, living the promise of our vow. In my life I can see that you were made for me. I'll be there to catch you if you fall. All the days I have prayed and the love that I have saved, with this ring
I'm giving you my all. With this ring, I'm giving you my all. With this ring, I'm giving you my all. വാഗ്ദാനത്തിനായിട്ട് വന്നിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട വൈദികരെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജിമ്മി കക്കാട്ടേറേച്ചനാണ് കർമ്മം നടത്തുന്നത്. അത് ഐശ്വര്യയുടെ അമ്മാവനാണ്. അതുപോലെ ബഹുമാനപ്പെട്ട കൈപ്പം വടച്ചൻ സന്ദേശം നൽകും. മറ്റ് എല്ലാ വൈദികരെയും സ്വാഗതം ചെയ്ത് നമുക്ക് ഇവരോട് ചേർന്ന് വിവാഹിതരാകാൻ പോകുന്ന വിവാഹ വാഗ്ദാനം നടന്നിരിക്കുന്ന ഈ ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കാം. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങൾ
ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാലന സർവേശ, പരിപാലന ബലവാനേ, പരിപാലന അമരനെ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട്. നമുക്ക് സദാ പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധയോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിച്ച എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എന്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ബഹുമാനപ്പെട്ട വൈദികരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, സൂരജ് ഐശ്വര്യ എന്ന ജീവിതത്തെ സംബന്ധിച്ചുള്ള വളരെ സുപ്രധാനമായ ഒരു തീരുമാനമെടുത്ത് ദൈവസന്നിധിയിൽ വിവാഹ സ്വീകരിച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള വാഗ്ദാനം ഇന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. ദൈവത്തിൻ്റെ കാരുണ്യമാണ്, കൃപയാണ് നമ്മുടെ ജീവിത വഴികളെ അനുഗ്രഹമാക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ആലയത്തിൽ ജീവിതത്തെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഈ തീരുമാനം ദൈവസന്നിധിയിലാണ് ഇവരായിരിക്കുന്നത്. ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. സങ്കീർത്തകൻ പറയുന്ന കർത്താവേ, അങ്ങയുടെ പ്രകാശവും എൻ്റെ കോട്ടയുമാകും. ഈ വലിയ ആത്മീയ ഉൾക്കാഴ്ചയോടെ ജീവിതത്തിൽ ഇനിയുള്ള ഏതാനും ദിവസത്തിന് മുമ്പുള്ള ദിവസങ്ങൾ പ്രാർത്ഥനയോടെ ഒരുങ്ങി വിവാഹപ്രകാശ സ്വീകരിച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തീർച്ചയാണ് കർത്താവ് അനുദിനം കരം പിടിച്ച് നടത്തും, നയിക്കും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ഉറപ്പാണ്. അവനെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, അവനെ ആശ്രയിക്കുന്നവർക്ക് കർത്താവ് എന്നും നല്ലവനാണെന്ന് തിരുവചനം നമുക്ക് വെളിപ്പെടുത്തി നൽകുന്ന അനേകരുടെ നാം ഓരോരുത്തരുടെ ജീവിതത്തിൻ്റെ പച്ചയായ അനുഭവങ്ങൾ ഇത് തന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ വലിയ ബോധ്യത്തോടെ ഇനിയുള്ള പ്രാർത്ഥനാ ദിവസങ്ങളിൽ ആത്മീയമായി പരസ്പരം പ്രാർത്ഥിച്ചൊരുങ്ങുവാൻ ദൈവം നൽകിയ മനോഹരമായ ജീവിതത്തെ ഓർത്ത് ദൈവമായ കർത്താവിനെ നന്ദി അർപ്പിക്കാൻ, ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി കൂടുതൽ കൂടുതൽ ഹൃദയത്തെ മനസ്സിനൊക്കെ പാകപ്പെടുത്തി ഒരുക്കുവാൻ ദൈവമേ അവർക്ക് കൃപ നൽകണമേ എന്ന് നമുക്ക് ദേവാലയത്തിനായിരിക്കുന്ന എല്ലാവർക്കും ഒരുമിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും നമ്മളുടെ പ്രാർത്ഥനകളാണ് കൃപയോടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇവരെ ശക്തിപ്പെടുത്തുന്നത്, ഇവരെ സഹായിക്കുന്നത്. തീർച്ചയായും
അനേക വർഷക്കാലം ഈ മക്കളെ ത്യാഗത്തോടെ വളർത്തി ഇന്ന് ഈ തിരുക്കർമ്മങ്ങളിലേക്ക് അനേക മാതാപിതാക്കളുണ്ട്. ഐശ്വര്യയുടെ പിതാവ് സ്വർഗത്തിലായിരുന്ന ഈ മക്കളുടെ മുഹൂർത്തത്തിലേക്ക് തീർച്ചയായും നോക്കുന്നുണ്ട്, കാണുന്നുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. ദൈവത്തിന്റെ കൃപയും പ്രകാശവും ജീവിത വഴികളിൽ നിന്നും ദൈവമേ നൽകണമേ എന്ന് പ്രത്യേകമായി നമുക്ക് ഈ മക്കൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവമാണ് എനിക്ക് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്ത് നൽകുന്നതെന്ന ആഴമേറിയ ആ ഒരു ബോധ്യവും തിരിച്ചറിവും രണ്ടുപേരുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എനിക്ക് ജീവിത പങ്കാളിയെ നൽകുന്നത് ദൈവമാണ് തിരഞ്ഞെടുത്ത് നൽകുന്നത് എന്ന ബോധ്യം, ആ ബോധ്യം എത്ര ആഴപ്പെട്ടതാണോ ആ ബോധ്യത്തിൽ അടിയുറച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. ചില കുടുംബങ്ങളിൽ അസ്വസ്ഥമാകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ദൈവം നൽകിയ പങ്കാളിയാണ് ഇത് എന്ന അബോധ്യവും തിരിച്ചറിവും നഷ്ടപ്പെടുമ്പോഴാണ്. അവിടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ വിവാഹകാശയെക്കുറിച്ചുള്ള ആഴമേറിയ ബോധ്യത്തിൽ ആഴപ്പെട്ടുകൊണ്ട് വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ മാതാപിതാക്കളെ ഓർത്ത് നന്ദി പറയാം. ജീവിത വഴികളിൽ വളർത്തിയ സഹായിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. ഐശ്വര്യയോട് സൂര്യനോട് എനിക്ക് പറയാനുള്ളത് ഇനിയുള്ള ദിവസങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്ന നാളുകളാക്കി മാറ്റുവാൻ കഴിയണം. ജീവിതത്തിൽ ഒരു വഴിത്തിരിവിലേക്ക് പ്രവേശിക്കുമ്പോൾ കടന്നു പോകുന്ന വഴികൾ, ദൈവം പരിപാലിച്ച് അനുഗ്രഹിച്ച നിമിഷങ്ങൾ, നമുക്ക് വേണ്ടി ദൈവം പാടുപെട്ട നല്ല സുഹൃത്തുക്കൾ, നമുക്ക് അറിവ് നൽകിയ നല്ല അധ്യാപകർ, ഗുരുബോധർ, നമുക്ക് ഉദാശകൾ നൽകിയ കർത്താവിനെ അഭിഷേകിക്കുന്ന ഒരുപാട് വ്യക്തികൾ നമ്മുടെ ജീവിതവുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. അവരെല്ലാം ഓർത്ത് നന്ദി പറയാൻ സാധിക്കണം. നന്ദി പറഞ്ഞ് ദൈവത്തിനോടുള്ള കൃതജ്ഞതയോടെ ഉദാശ സ്വീകരിച്ച് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയാണ് ആ കൃപ മരണം വരെ സൂക്ഷിക്കാൻ ദൈവം അതിനുള്ള കരുണ നൽകും, അനുഗ്രഹം നൽകും. അവരുടെ വാഗ്ദാനം നടത്തി വിവാഹത്തിലേക്ക് പ്രവേശിക്കാനുള്ള അടുത്തൊരുക്കത്തിലേക്ക് പ്രവേശിക്കുന്ന സൂരജനും ഐശ്വര്യക്കും എല്ലാവരെയായിരിക്കും എല്ലാ വൈദികരുടെ പേരിലുള്ള പ്രാർത്ഥനാ മംഗളങ്ങൾ പ്രത്യേകമായിട്ട് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം എന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ത്യാഗത്തോടെ വളർത്തി ഇന്ന് ഈ തിരുക്കർമ്മങ്ങളിലേക്ക് ഒരു ആനയിച്ച മാതാപിതാക്കൾക്ക് അഭിനന്ദനങ്ങൾ നേരുന്നു. നമുക്ക് നേർന്ന് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ഭക്തിയോടുകൂടെ വിവാഹ വാഗ്ദാനങ്ങൾ ഒരുങ്ങിയിരിക്കുന്ന ഈ ദാസരുടെ മേൽ കരുണയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വിവാഹ വാഗ്ദാനം ചെയ്യുന്ന ഈ ദാസരെ ആശീർവദിക്കുകയും ഇവർ ചെയ്യുന്ന വാഗ്ദാനം അനുസരിച്ച് വിവാഹിതരാകുവാനുള്ള ഇവർക്ക് നൽകുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിലും പ്രതീക്ഷിക്കുകയും അധിഷ്ഠമായ വിവാഹ ജീവിതം നയിക്കുവാൻ ഇവരെ സജ്ജരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തീയ കുടുംബ ജീവിതത്തിന്റെ കടമകൾ മനസ്സിലാക്കി വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹബന്ധ ഉദാശ ദമ്പതികൾ തമ്മിൽ ദൈവവുമായി നടത്തുന്ന ഉടമ്പടിയും മരണം വരെ നിലനിൽക്കുന്ന ബന്ധവുമാണ് ബോധ്യത്തോടെ അത് സ്വീകരിക്കുവാൻ ഈ ദാസരെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഇവരെ വാഗ്ദാനം പൂർത്തിയാക്കുവാനും പ്രീതികരമായ ജീവിതം നയിക്കുവാനും വേണ്ടി ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും കാത്തു സൂക്ഷിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടി മാത്രമേ വിവാഹം ചെയ്ത് ഏർപ്പെടാൻ പാടുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ ഈ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കുവാനുള്ള അവസരം നിങ്ങൾക്ക് സൂരജ്
മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹം നടത്തുന്ന ആശയിലൂടെ ഐശ്വര്യയെ എൻ്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. ഐശ്വര്യ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹം നടത്തുന്ന ആശയിലൂടെ സൂരജിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. ഈ വിവാഹ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാണല്ലോ. വിവാഹ വാഗ്ദാനം നടത്തിയ നിങ്ങളെ സൂരജിനെയും ഐശ്വര്യയെയും വിശുദ്ധ അനുഗ്രഹിച്ച് സംരക്ഷിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. സ്വീകരിച്ച കർത്താവായ മിശിഹായേ, വാഗ്ദാനം ചെയ്ത ഈ ദാസരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ ഫലം കൈവരിക്കണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെയും നാഥനായ യോസേഫിന്റെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാശ്ലീഹായുടെയും പ്രാർത്ഥന വാഗ്ദാനത്തെ സഫലമാക്കട്ടെ. സകല വിശുദ്ധരുടെയും ശിഷ്യ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മധ്യസ്ഥം ഇവർക്ക് സംരക്ഷണവും സഹായവുമായിരിക്കട്ടെ. സകലത്തിന്റെയും നാഥ ഈ എന്നേക്കും. ദൈവത്തിന്റെ പരിപാലനയിൽ നിങ്ങൾ ചെയ്ത ഈ വിവാഹ വാഗ്ദാനത്തെ അവിടുന്ന് വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനയാൽ സുസ്ഥിരപ്പെടുത്തുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രഹത്തെയും സാറായെയും ഇസ്ഹാക്കിനെയും ഇബ്രാഹിമിനെയും യാക്കോബിനെയും ഇബ്രാഹിമിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനുഷ്യന്റെ മനസ്സിന്റെ ഐക്യത്തിലും ഉദരമാകട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയാലും ആത്മീയമായ ഒരുക്കത്തോടുകൂടെ നിങ്ങളെ ശക്തിപ്പെടുത്തും. നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Every moment has led us to this day. Every journey that brought us to this place. We're filled with wonder that words couldn't ever contain. This is what we've been waiting for. At the dawn of forevermore, we can stand on this ground so sure. This is what we've been waiting for. When the morning light brings us to our feet, we'll keep chasing what we were meant to be. We can feel it, we're ready for anything. This is what we've been waiting for. At the dawn of forevermore, we can stand on this ground so sure. This is what we knew we would find, leaving all of our doubts behind. We can stand on this ground so sure. This is what we've been waiting. Good afternoon, ladies and gentlemen. A very warm welcome to each and every one of you here. I'm Honey, and it's my absolute pleasure to be your anchor for this beautiful celebration of love and togetherness. Today, we gather here to celebrate the union of two wonderful souls, Aishwarya and Suraj, as they embark on their incredible journey together. Let us begin this joyous occasion by inviting the engaged couple Suraj and Aishwarya to the dais. Please rise and welcome.
നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് അവരെ സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. ഇവർ രണ്ടുപേരും നമുക്ക് സുപരിചിതരാണ്, എങ്കിലും ഫോർമാലിറ്റിക്ക് വേണ്ടി അവരെ ഒന്ന് പരിചയപ്പെടാം. സൂരജ് ചാക്കോ മാത്യു is the son of Mr. Matthew Chacko and Mrs. Salu Matthew from Perumalil family, Kudamalu. He is working as 4th engineer at Merchant Navy. And Aishwarya Maria Joshi is the daughter of Mr. Joshi Joseph and Mrs. Gigi Joshi from Parel family, Chungapara. She is doing Masters in International Software System in Germany. Let's pray to the Almighty to keep their life as happy and charming as it can be. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇണയെ ദൈവം നൽകിയിരിക്കുകയാണ്. So, congratulations Suraj and Aishwarya on being engaged. On behalf of everyone gathered here, I wish you both all success and a rocking life together. I can feel that the stage is incomplete without your families. So let's invite your parents and siblings too. First, let me invite parents of Suraj, Mr. and Mrs. Matthew Chacko. Mr. Matthew Chacko is an ex-naval officer who is presently working as Eurotech Maritime Academy. And Mrs. Sally Matthew is a homemaker. And we have Suraj's sister and family too. His elder sister, Mrs. Soni Sumesh, is a teacher at M.K. Lata Memorial Public School, Kollam. Her husband, Mr. Sumesh John Samuel, was a civil CAD designer in Kuwait. And the little angels, Sana and Sayan. The family of Aishwarya. Her mother, Mrs. Gigi Joshi. She's working as a teacher at St. Teresa's High Secondary School, Chengalur. And her siblings too. Her younger brother, Ashish John Joshi. He's working as a senior QA engineer at Q-Burst, Kochi. And her younger sister, Ain Ann Joshi, is a 12th grade student. ആദ്യമായിട്ട് കാണുന്നവരുടെ പർപ്പസിൽ പാടിയത് നിങ്ങൾ എല്ലാ പാട്ടുകാരായ പാട്ട് പാടുന്നത് സർഗ സൗന്ദര്യമേ സത്യ സംഗീതമേ നിന്റെ സംഗീതനം സംഗീതനം ഓരോ പാടുവാ സർഗ സൗന്ദര്യമേ. ഓക്കെ, അപ്പൊ എന്റെ അടുത്ത ചോദ്യം അത് തന്നെയായിരുന്നു, ഏത് പാട്ടാണ് ഐശ്വര്യക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാന്നായിരുന്നു. അപ്പൊ സൂരജ് പാടിയ നിലയ്ക്ക് ഐശ്വര്യക്ക് ഇനി ഏത് പാട്ടാണ് സൂരജിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനുള്ളത്? ഇവനൊരു ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട്, അത് Yeah.
ബ്യൂട്ടിഫുൾ. ഓക്കെ, ഇനി സൂരജിന് ഐശ്വര്യയിൽ ഇഷ്ടപ്പെട്ട ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ക്വാളിറ്റി എന്താണ്? എമ്പത്തിയാണ്. സ്നേഹം. ഓക്കെ, അതുപോലെ തന്നെ ഐശ്വര്യക്ക് സൂരജിൽ ഇഷ്ടപ്പെട്ട ക്വാളിറ്റി എന്താണ്? എപ്പോഴും ചിരിയാണ്, സന്തോഷം, ചില്ലാണ്. വെരി ഗുഡ്. നിങ്ങൾ രണ്ടുപേരില് ആരാണ് ഏറ്റവും വലിയ ഫുഡ് ലവർ? അല്ല, അത് ഐശ്വര്യ ഒരു കൈ. ഓക്കെ, സൂരജ്. നിങ്ങൾ രണ്ടുപേരിൽ ആരാണ് കൂടുതൽ റൊമാൻറ്റിക്? ഓക്കെ, ഏറ്റവും കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യുന്ന ആരാണ്? ഷോപ്പിംഗ് മാനിയാണ്. ഓക്കെ, അത് രണ്ടുപേർക്കും ഒരേ അഭിപ്രായമാണുള്ളത്. ഓക്കെ, ഇനി ചെറിയ കാര്യത്തിന് പിണങ്ങുന്നത് ആരാണ് ആദ്യം? ഓക്കെ, അതും രണ്ടുപേർക്കും ഒരു അഭിപ്രായവുമില്ല. ഏറ്റവും കെയറിങ് ആരാണ്? നോ ചേഞ്ച്, രണ്ടാൾക്കും ഒരേ അഭിപ്രായമാണ്. ഇനി ഏറ്റവും അധികം ടോക്കറ്റീവ് ആരാണ്? രണ്ടുപേരും. ഓക്കെ, ഐശ്വര്യ പറയുന്നത് രണ്ടുപേരും. ഓക്കെ, ഇനി ആരാണ് ഏർലി ബേർഡ്? രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നയാള്? ഓക്കെ, അതിന് സംശയമൊന്നുമില്ല. ഏറ്റവും അധികം ഫോൺ യൂസ് ചെയ്യുന്ന ആരാണ്? ഓക്കെ, അതിനും യാതൊരു അഭിപ്രായവുമില്ല. ഇനി ഏറ്റവും രണ്ടുപേരും നല്ല പാട്ടുകാരാണ്. നിങ്ങൾക്ക് വിചാരിക്കുന്നത് ആരാണ് ഏറ്റവും നല്ല നന്നായി പാട്ട് പാടുന്നത്? ഓക്കെ, രണ്ടുപേരും പറയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അതൊന്ന് കേട്ട് നോക്കിയാലോ? സോ വളരെ നന്നായി നിങ്ങൾ ഈ റൗണ്ട് പൂർത്തിയാക്കി. Now I invite Suraj and Aishwarya to sing a beautiful duet for us.
है, दूधों की मलाई हुई मिट्टी की सुराही रास्ता देख है, टूटी चारपाई हुई ठंडी पुरवाई रास्ता देख है, दूधों की मलाई हुई ठंडी पुरवाई रास्ता देख है. तुझको पुकारे तेरी परछाइयाँ रे कबीरा मान जा रे फकीरा मान जा. कैसा तू है निर्मोही, कैसा अनजानिया. But I would do it all. I would do it all. I would do it all again with you. Love is wrong and love is right. It's a patient heart with tired eyes.